പശ്ചിമേഷ്യയിലെ സംഘർഷം തൊഴിൽ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇത് ആഭ്യന്തര തൊഴിൽ വിപണിയിലും സമ്മർദ്ദമുണ്ടാക്കും. GCC രാജ്യങ്ങളിൽ 90 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത്. യുദ്ധം തുടങ്ങി ഏകദേശം 1.5 മാസം പിന്നിടുകയാണ്. മുൻവർഷങ്ങളിലെ കുതിച്ചുചാട്ടത്തിന് വിപരീതമായാണ് ഇപ്പോൾ വലിയൊരു മന്ദതയും ചില മേഖലകളിലെ പിരിച്ചുവിടലും നമ്മൾ കണ്ടത്. സാമ്പത്തിക അനിശ്ചിതത്വം കടുത്തു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പല കമ്പനികളും തങ്ങളുടെ ചെലവ് കുറയ്ക്കുന്നതിനും അവരുടെ നിലനിൽപ്പിനുമായി കടുത്ത തീരുമാനങ്ങളാണ് എടുക്കുന്നത്. യുദ്ധം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ UAEയിലെ ടൂറിസം, വ്യോമയാന, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലൊക്കെ വലിയ ആഘാതം തന്നെയാണ് ഉണ്ടായത്. ഹോട്ടലുകളിലും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളിലും ഏകദേശം 60% ബിസിനസ് ഇടിവും കണ്ടു. ഇതിനെ തുടർന്ന് പല പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പോലും 100 കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടതായും റിപ്പോർട്ടുകൾ വന്നു. അതിനു പിന്നാലെ അപ്രതീക്ഷിത സാഹചര്യം തന്നെയാണ് ഇനി നേരിടാൻ പോകുന്നുവെന്ന ആശങ്കയും വർദ്ധിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിയേറ്റ ആവാസ കേന്ദ്രങ്ങളിലൊന്നാണ് ഗൾഫ് മേഖല. 30 ദശലക്ഷത്തിലധികം വിദേശ തൊഴിലാളികളാണ് GCC രാജ്യങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. ഗൾഫ് മേഖലയിലുടനീളമായി ഏകദേശം 90 ലക്ഷം മുതൽ 1 കോടി വരെ ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 70 ലക്ഷത്തിലധികം പേർ UAEയിലും സൗദി അറേബ്യയിലുമാണുള്ളത്. UAEയിൽ ഏകദേശം 43 മുതൽ 44 ലക്ഷം വരെ ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഉള്ളത്. സൗദി അറേബ്യയിൽ ഇത് ഏകദേശം 26 ലക്ഷമാണ്. ഈ പ്രവാസി സമൂഹത്തിന്റെ ഒരു പ്രധാന ഭാഗം മലയാളികളാണ്. കേരളത്തിൽ നിന്നുള്ള ഏകദേശം 30 മുതൽ 35 ലക്ഷം വരെ ആളുകൾ ഗൾഫിൽ താമസിക്കുകയും ജോലി ചെയ്യുന്നുമുണ്ട്. ഇതിൽ 13 മുതൽ 17 ലക്ഷം പേർ UAEയിലും 10 ലക്ഷത്തിനടുത്ത ആളുകൾ സൗദിയിലുമുണ്ട്. ഇത്തരത്തിൽ അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഓരോ വർഷവും വൻതോതിലുള്ള തുകയാണ് നാട്ടിലേക്കും അയക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം ഗൾഫിൽ നിന്നുള്ള ഈ പണത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇതെല്ലാം തകിടം മറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച യുദ്ധം ഗൾഫ് മേഖലയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ഇന്ന് ഈ സംഘർഷാവസ്ഥ ഒരു വലിയ സുരക്ഷാ സാമ്പത്തിക പ്രതിസന്ധിയായി വ്യാപിച്ചു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം ഭൗമരാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ആഗോള ഊർജ്ജ വ്യവസ്ഥയുടെ ശൃംഖലയെ താറുമാറാക്കി. മാത്രമല്ല, ഗൾഫിനെ യുദ്ധം ബാധിക്കുമ്പോൾ അതിന്റെ ഫലങ്ങൾ വിമാനത്താവളങ്ങൾ, നിർമ്മാണ കേന്ദ്രങ്ങൾ, തുറമുഖങ്ങൾ, പാർപ്പിടങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം അതിവേഗം എത്തി. പ്രത്യേകിച്ചും ദക്ഷിണേഷ്യയിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസികളെ ഇത് ബാധിച്ചു. കൂടാതെ ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും ഈ പ്രതിസന്ധി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും. അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷം വിദേശ തൊഴിലാളികളെയും പ്രവാസി നിക്ഷേപത്തെയും ബാധിച്ചു തുടങ്ങി. വെടിനിർത്തൽ കരാർ ഫലപ്രദമായി നടപ്പിലാക്കിയില്ലെങ്കിൽ ഗൾഫിലെ വ്യവസായങ്ങളെ ഇത് ബാധിക്കും. തൊഴിലാളികളുടെ വൻതോതിലുള്ള തിരിച്ചുവരവിനും കാരണമാകും. GCC രാജ്യങ്ങളിൽ 90 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെയെല്ലാം ജോലിയില്ലാതായാൽ എന്താകും സ്ഥിതിയെന്ന് നമുക്ക് കണക്കുകൂട്ടാൻ പോലും പറ്റില്ല. യുദ്ധം തുടരുന്നത് തൊഴിൽ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇന്ത്യയുടെ മൊത്തം പ്രവാസി നിക്ഷേപത്തിന്റെ 38% ലഭിക്കുന്നത് ഈ GCC രാജ്യങ്ങളിൽ നിന്നാണ്. എന്നാൽ ഇവിടെ അശാന്തമായി നിൽക്കുന്നത് വിദേശ വരുമാനത്തെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കും. ന്യൂസ് ഡെസ്ക് Zee മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.